ഹലോ, എല്ലാവർക്കും ഹീലിംഗ് ക്ലബ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എനർജി റിലീസിങ് സെക്ഷനാണ്. ഹാപ്പിനെസ്സിന് വേണ്ടിയുള്ളത്. നിങ്ങളുടെ ഉള്ളിലെ സങ്കടതകൾ, നിങ്ങളുടെ ഉള്ളിലെ വിഷമതകൾ, നിങ്ങൾ ഹാപ്പിനെസ്സിനെതിരായി നിൽക്കുന്ന വിശ്വാസങ്ങൾ, ഇമോഷൻസ് എല്ലാം റിലീസ് ചെയ്ത് പുതിയ സന്തോഷത്തിൻ്റെ ഊർജ്ജത്തെ സ്വീകരിക്കാൻ തയ്യാറാക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു ഗൈഡഡ് ഓഡിയോ ആണിത്. ഇനി എന്താണ് എനർജി റിലീസിങ് സെക്ഷൻ എന്ന് ഷോർട്ടാക്കി പറഞ്ഞാൽ, കുറച്ച് എനർജറ്റിക് ആയ ക്വസ്റ്റ്യൻസ്, സ്വിച്ച് വേർഡ്സ്, നിങ്ങളെ ബ്രീത്ത് വർക്ക്, നിങ്ങളെ ബ്രീത്തിങ്, അങ്ങനെയുള്ള കുറച്ച് എല്ലാത്തിൻ്റെയും കോമ്പിനേഷനാണ് ഈ എനർജി റിലീസിങ് സെഷൻ. സോ ഇറ്റ്സ് മോസ്റ്റ് പവർഫുൾ. നിങ്ങളിതിൽ ഫോഴ്സ് ചെയ്ത് നിങ്ങളെ മനസ്സിനെ വിഷ്വലൈസ് ചെയ്യാൻ നോക്കുകയോ, നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ശരീരത്തിനെയോ മനസ്സിനോടോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളെ ശരീരവും മനസ്സും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഇൻ്റലിജൻ്റ് ആണ്. അത് അതിൻ്റെ ഹീലിങ്സ് എല്ലാം കൃത്യസ്ഥലത്ത് പ്രവർത്തിച്ചോളും. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. നിങ്ങളെ ശരീരത്തിൽ ആ മാറ്റങ്ങൾ കാണിച്ചു തരുന്നതാണ്. സോ അതിനെ അധികം കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ ശരീരത്തെ ഏറ്റവും റിലാക്സ് ആക്കി വിടുക. അപ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ ഹീലിംഗ് സംഭവിക്കുക. മുൻപേ പറഞ്ഞ പോലെ ഇതിൽ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് നിങ്ങളെ ശരീരത്തിനോടാണ്, നിങ്ങളെ ആത്മാവിനോടാണ്, നിങ്ങളോടല്ല. നിങ്ങളായി ഫോഴ്സ് ചെയ്ത് അതിന് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതിൽ വരുന്ന ഒരു ബ്രീത്തിങ് ഉണ്ട്, വളരെ കുറച്ച് നേരമുള്ള ആ ബ്രീത്തിങ് ചെയ്യുക. ബാക്കി നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളെ ശരീരവും നിങ്ങളെ മനസ്സിലും കൃത്യമായി പ്രവർത്തിച്ചോളും. അതിനെപ്പറ്റി നിങ്ങൾ അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് നമ്മുടെ എനർജി റിലീസിങ് സെഷനിലേക്ക് കടക്കാം. വളരെ കംഫർട്ടബിൾ ആയ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കാം. നട്ടെൽ നിവർത്തിയിരിക്കുക. നിങ്ങളെ സ്പൈൻ ഇരിക്കുക. Now take a deep breath in, breathe out. Take a deep breath in, breathe out. Again take a deep breath in, breathe out. Breathe in. ഓരോ തവണ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ശരീരത്തിലേക്ക് ഒരു ദിവ്യമാകുന്ന ഒരു ക്ലെൻസിങ് ഊർജ്ജം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് തിരിച്ചറിയാം. ആ ഒരു ക്ലെൻസിങ് ഊർജ്ജം നിങ്ങളുടെ മൂക്കിലൂടെ നിങ്ങളെ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ അത് നിങ്ങളിൽ ഉണ്ടാക്കുന്ന സെൻസേഷൻ എന്താണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയാം. നിങ്ങളിലേക്ക് ആ ഒരു ഊർജ്ജം വരുമ്പോൾ നിങ്ങൾക്ക് തണുപ്പാണോ, നിങ്ങൾക്ക് ചൂടാണോ, എന്താണ് നിങ്ങളുടെ ശരീരത്തിന് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാം. ഓരോ തവണ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എല്ലാത്തര നെഗറ്റിവിറ്റീസും, എല്ലാത്തര ടെൻഷൻസ്, എല്ലാത്തര ആൻസൈറ്റീസ്, ഉത്കണ്ഠകൾ, വെറീസ് എന്ന് തുടങ്ങിയ എല്ലാ വേദനകളും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതായിട്ട്, പുറത്തേക്ക് റിലീസ് ഔട്ട് ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാം. ബ്രീത്ത് ഇൻ, ക്ലെൻസിങ് എനർജി. ബ്രീത്ത് ഔട്ട്, ഓൾ നെഗറ്റിവിറ്റി, ഓൾ പെയിൻ. നിങ്ങളെ ബ്രീത്തിങ് തുടർന്നു കൊണ്ടേയിരിക്കുക. ഓരോ തവണ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് ക്ലെൻസിങ് ആയിട്ടൊരു ഊർജ്ജം നിങ്ങളിലേക്ക് നിങ്ങളെ ശരീരത്തെ, നിങ്ങളെ മനസ്സിനെ, നിങ്ങളെ ആത്മാവിനെയെല്ലാം ശാന്തമാക്കുന്ന, വളരെ കാമാക്കുന്ന, വളരെ റിലാക്സ് ആക്കുന്ന, നിങ്ങളിലേക്ക് സമാധാനം, ഒരു ലൈറ്റ്നെസ് കൊണ്ടുവരുന്ന ഒരു ഊർജ്ജം കടന്നു വരുന്നതായിട്ട് നിങ്ങൾ തിരിച്ചറിയാം. ഓരോ തവണ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ശരീരത്തിൽ നിന്ന്, നിങ്ങളെ ഓരോ കോശങ്ങളിൽ നിന്ന്, നിങ്ങളെ ശരീരത്തിലെ ഓരോ കോശങ്ങളിൽ നിന്നും അവിടെയുണ്ടായ ഓരോ ഉത്കണ്ഠകളും അവിടെയുണ്ടായ ഓരോ ടെൻഷനും എല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് തിരിച്ചറിയാം. നിങ്ങളെ മനസ്സിലേക്ക് പുതിയൊരു സമാധാനം, പുതിയൊരു ഊർജ്ജം കടന്നു വരുന്നതായിട്ട് തിരിച്ചറിയാം. നിങ്ങളുടെ ശ്വാസത്തെ സ്വാഭാവികമാകുന്ന താളത്തിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു നിമിഷം വളരെ ജെൻറ്റിലായിട്ട്, വളരെ ശാന്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മൂക്കിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം ആദ്യം. അതിനുശേഷം വളരെ ജെൻറ്റിലായി ബ്രീത്ത് ഇൻ ചെയ്യുക. വളരെ ജെൻറ്റിലായി ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂക്കിലൂടെ ഒരു എനർജി
ആ ഒരു പാസ് ചെയ്യുന്നത്, ആ ഒരു ക്ലെൻസിങ് എനർജി പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സെൻസ് ചെയ്യാം. അത് തണുപ്പാണോ ചൂടാണോ നിങ്ങളിൽ ആ ഒരു മൂക്കിലൂടെ പോകുമ്പോൾ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം. ആ ഒരു ഊർജം നിങ്ങളെ തലച്ചോറിലേക്ക്, നിങ്ങളെ ബ്രെയിനിലേക്കാണ് പോകുന്നത്. ആ ഒരു ബ്രെയിനിൽ ചെന്ന് അവിടുത്തെ ഓരോ നെർവസ് സിസ്റ്റം, അവിടുത്തെ ഓരോ സെൽസ്, അതിനെല്ലാം പ്യൂരിഫൈ ചെയ്യാണ്. അവിടെയുള്ള എന്തെങ്കിലും നെഗറ്റീവായ എന്തെങ്കിലും ഊർജങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം ആ ഒരു ക്ലെൻസിങ് എനർജി ക്ലെൻസ് ചെയ്യുന്നതായിട്ട് തിരിച്ചറിയാം. ആ ഒരു എനർജി നിങ്ങളുടെ മൂക്കിലൂടെ ഇപ്പം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ജെൻറ്റിലായിട്ട് ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കാം. നിങ്ങൾ ആ ഒരു എനർജി, ആ ഒരു ക്ലെൻസിങ് എനർജി നിങ്ങളുടെ മൂക്കിലൂടെ കടന്നു പോകുന്ന ആ ഒരു എനർജി നിങ്ങളുടെ ഫേസിലേക്ക്, നിങ്ങളുടെ മുഖത്തിലേക്ക് മുഴുവൻ വ്യാപിച്ചതായിട്ട് തിരിച്ചറിയാം. നിങ്ങളുടെ മുഖം മുഴുവനും ആ ഒരു എനർജി ഗ്ലോ ചെയ്ത് നിൽക്കുകയാണ്. ആ മുഖം മുഴുവനും നിങ്ങളെ നെറ്റിത്തടങ്ങൾ, നിങ്ങളെ കണ്ണുകൾ, നിങ്ങളുടെ മൂക്ക്, നിങ്ങളുടെ വായ, നിങ്ങളെ ഓരോ താടിയൽ, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ഫേസ് ഫുള്ളും ആ ഒരു ക്ലെൻസിങ് എനർജി വ്യാപിച്ച് നിൽക്കുന്നതായിട്ട് തിരിച്ചറിയാം. നിങ്ങൾക്കിപ്പോൾ ഒരു തണുപ്പോ ചൂടോ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് തിരിച്ചറിയാം. നിങ്ങളുടെ തലഭാഗം മുഴുവൻ വളരെ ക്ലെൻസിങ് ആയിട്ട്, വളരെ ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നതായിട്ട് തിരിച്ചറിയാം. ആ ഒരു ഊർജത്തെ, ആ ഒരു ക്ലെൻസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച ഊർജത്തെ, നിങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഊർജത്തെ, നിങ്ങളുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്ന ഊർജത്തെ നിങ്ങളെ കഴുത്തിലൂടെ പ്രവേശിക്കാൻ അനുവദിക്കുക. നിങ്ങളെ കഴുത്തിലൂടെ ആ ഒരു ഊർജം, കഴുത്തിലൂടെയും നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളെ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും നിങ്ങളുടെ എനർജറ്റിക്കലിയും എല്ലാ രീതിയിലും ആ ഒരു ഊർജം, ആ ഒരു ക്ലെൻസിങ് എനർജി കടന്നു ചെറുതായിട്ട് തിരിച്ചറിയുക. നിങ്ങളെ കഴുത്തിലൂടെ ചെന്ന്, നിങ്ങളെ ഷോൾഡറിലൂടെ ചെന്ന്, നിങ്ങളെ കൈകളിലേക്കും കൈപ്പത്തിയിലേക്കും കൈവിരലിലേക്കും എല്ലാം ഒരു ക്ലെൻസിങ് എനർജി കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാം. അവിടെയുള്ള എല്ലാതര വേദനകൾ, വിഷമതകൾ, ആൻസൈറ്റീസ്, ടെൻഷൻസ് എന്ന് തുടങ്ങിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു എനർജിനോട് ക്ലെൻസ് ചെയ്യാൻ അനുവദിക്കുക. നിങ്ങളുടെ നെഞ്ചിലേക്കും നിങ്ങളുടെ ഉദരഭാഗത്തിലേക്കും, നിങ്ങളെ സ്പൈനിലൂടെ, നിങ്ങളുടെ നട്ടലിലൂടെയും, നിങ്ങളുടെ ഇൻറ്റേർണലി നിങ്ങളെ ലങ്സിലേക്കും ഹൃദയത്തിലേക്കും, അവിടെയുള്ള ഓരോ ഓർഗൻസിലേക്കും, ഓരോ സെല്ലിലേക്കും, ഓരോ കോശങ്ങളിലേക്കും, ഓരോ ടിഷ്യൂലേക്കും, ഓരോ ബ്ലഡ് വെസലിലേക്കും ബ്ലഡിലേക്കും എല്ലാം ആ ക്ലെൻസിങ് ഊർജം വ്യാപിച്ചതായിട്ട് തിരിച്ചറിയാം. ഇപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ക്ലെൻസിങ്, ആ ഒരു ലൈറ്റ്നെസ് നിങ്ങളെ മുഴുവൻ ശരീരം വ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? ലൈറ്റ്നെസ് ആണോ? വളരെ തൂവൽ പോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ആ ഒരു ഊർജത്തെ കടത്തിവിടാൻ നിങ്ങൾ അനുവദിക്കുക. ആ ഒരു ഊർജം നിങ്ങളെ ഹിപ്പിലൂടെയും നിങ്ങളെ ജെനിറ്റൽസിലൂടെയും നിങ്ങളെ തുടഭാഗത്തിലൂടെയും നിങ്ങളെ കാലിലൂടെ മുഴുവൻ, കാൽമുട്ടിലൂടെയും കാലിലേക്കും കാൽപാദങ്ങളിലേക്കും കടന്നു ചെന്ന് നിങ്ങളെ മുഴുവൻ ശരീരത്തിലേക്കും ഈ ഒരു നിമിഷം വ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു നിമിഷം അതിവേഗം ആ ഒരു ഊർജം വളരെ അതിവേഗം ഫ്ലോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ ശരീരം മുഴുവൻ അതിൻ്റെ ഒരു ഗ്ലോയിൽ, അതിൻ്റെ ഒരു പ്രഭാവത്തിൽ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാം. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇനി വേദനകളോ വിഷമതകളോ ആൻസൈറ്റിയോ ഉത്കണ്ഠകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു എനർജിയോട് ചെന്ന് ആ ഒരു ഭാഗത്തിലേക്ക് കടന്നു ചെല്ലാൻ അനുവദിക്കുക. ഇനിയും നിങ്ങളുടെ ശരീരത്തിലെ, നിങ്ങളുടെ മനസ്സിലെ, നിങ്ങളുടെ ആത്മാവിനെ റിലാക്സ് ആയിട്ട് ഏതെങ്കിലും ഭാഗത്ത്, ഏതെങ്കിലും കോശത്തിൽ, ഏതെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഏതെങ്കിലും ഭാഗത്ത് റിലാക്സേഷൻ, ഈ ഒരു ശാന്തത അനുഭവിക്കാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനോട്, നിങ്ങളുടെ മനസ്സിനോട് ഇപ്പോൾ ഈ ഒരു വാക്ക് പറയാം: റിലാക്സ്, റിലാക്സ്.
ഓരോ തവണ റിലാക്സ് എന്ന് നിങ്ങളോട് തന്നെ മന്ത്രിക്കുമ്പോൾ നിങ്ങളെ ശരീരം, നിങ്ങളെ മനസ്സ്, നിങ്ങളെ ആത്മാവ് ഒരുപാട് റിലാക്സ് ആയിക്കൊണ്ടിരിക്കുക. റിലാക്സ്, റിലാക്സ്. ഈ ഒരു നിമിഷം നിങ്ങളെ ശരീരം അത്രമേലാഴത്തിൽ ശാന്തത അനുഭവിക്കുന്നു. റിലാക്സ്. നിങ്ങളെ മുഴുവൻ ശരീരവും മുഴുവൻ ആത്മാവും ഇപ്പോൾ വളരെ ശാന്തമാകുന്ന, വളരെ റിലാക്സ് ആവുന്ന അവസ്ഥയിലാണ്. ഈ ഒരു നിമിഷം ഞാൻ നിങ്ങൾ ശരീരത്തിനോട് ചോദിക്കുന്ന ചോദ്യത്തിന്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായി നിങ്ങളെ ശരീരവും മനസ്സും ഉത്തരങ്ങൾ നൽകുന്നതാണ്. ഈ ഒരു നിമിഷം നിങ്ങളെ ശരീരത്തിനോട്, നിങ്ങളെ മനസ്സിനോട്, നിങ്ങളെ ആത്മാവിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. നിങ്ങൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ഫോഴ്സ്ഫുള്ളി, നിർബന്ധിച്ച് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കാനോ പോവണ്ട. വളരെ റിലാക്സ് ആയിട്ട് നിങ്ങൾ അതേപോലെ തന്നെ നിൽക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തകൾ വരാണെങ്കിൽ, ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ സംബന്ധിച്ച ചിന്തകളോ ഇമേജസോ വരാണെങ്കിൽ വരട്ടെ. നിങ്ങളായി ഇമേജസിനെയോ നിങ്ങളായി ഇമോഷൻസിനെയോ ഒന്നും വരുത്താൻ നിൽക്കണ്ട. നിങ്ങളെ ശരീരത്തിനെ പൂർണ്ണമായും അലോ ചെയ്ത് വിടുക. പൂർണ്ണമായും നിങ്ങളെ ശരീരത്തിനെയും മനസ്സിനെയും ഈ ചോദ്യങ്ങളെ കടത്തിവിടാൻ അനുവദിക്കുക. ആ ചോദ്യങ്ങൾ കൃത്യമായി നിങ്ങളെ ശരീരത്തിലും മനസ്സിലും നിങ്ങളെ എനർജിയിൽ ചെന്ന് അതിനുള്ള ഉത്തരങ്ങളും അതിനുള്ള ഹീലിങ്സും കൃത്യമായി പ്രവർത്തിച്ചോളും. ഈ ഒരു നിമിഷം നിങ്ങളെ ശരീരത്തിനോട്, നിങ്ങളെ മനസ്സിനോട്, നിങ്ങളെ ആത്മാവിനോട്, നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തെ കടത്തിവിടാം. എന്താണ് ഹാപ്പിനെസ്? എന്താണ് നിങ്ങൾക്ക് ഹാപ്പിനെസ്? എന്താണ് നിങ്ങൾക്ക് സന്തോഷം? എന്താണ് സന്തോഷം? നിങ്ങൾ സന്തോഷവാനാണോ? സന്തോഷവതിയാണോ? എന്തൊക്കെയാണ് നിങ്ങളെ സന്തോഷവാനാക്കുന്നത്, സന്തോഷവതിയാക്കുന്നത്? നല്ല പാട്ട് കേൾക്കുമ്പോഴാണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുമായി സംസാരിക്കുമ്പോഴാണോ? യാത്ര പോകുമ്പോഴാണോ? പ്രകൃതിയുമായി കൂടുതൽ നിൽക്കുമ്പോഴാണോ? നല്ല ഭക്ഷണം കഴിക്കുമ്പോഴാണോ? നിങ്ങൾക്ക് ഗെയിംസ് കളിക്കുമ്പോഴാണോ? നിങ്ങൾക്ക് വരയ്ക്കുമ്പോഴാണോ? പാട്ട് പാടുമ്പോഴാണോ? ഡാൻസ് കളിക്കുമ്പോഴാണോ? അതോ വെറുതെ ഇരിക്കുമ്പോഴാണോ? എന്താണ് നിങ്ങൾ ഡിഫൈൻ ചെയ്തത്? നിങ്ങളെ ശരീരം കൊണ്ടും നിങ്ങളെ മനസ്സുകൊണ്ടും നിങ്ങൾ സാമൂഹ്യപരമായി നിങ്ങൾ ഇതുവരെ കേട്ടതും എന്താണ് സന്തോഷമെന്ന് നിങ്ങൾ അനുഭവിച്ചത്, നിങ്ങളെ ശരീരത്തിൽ അനുഭവിച്ചത് എന്തൊക്കെയാണ്? നിങ്ങളെ ശരീരത്തിനോട് ഇതുവരെ നിങ്ങൾ ജനിച്ച അന്ന് മുതൽ ഈ ഒരു നിമിഷം വരെ നിങ്ങൾ അനുഭവിച്ച സന്തോഷത്തെ എന്തൊക്കെയാണ്? ജസ്റ്റ് ആസ്. ഈ ഒരു ചോദ്യത്തെ കടത്തിവിടുക മാത്രം ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തണ്ട. നിങ്ങളുടെ ശരീരം മനസ്സും ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ കണ്ടെത്തിക്കോളും. ശരീരത്തിനോട് ചോദിക്കാം ഈ ഒരു ചോദ്യം തന്നെ. എന്താണ് ഹാപ്പിനെസ്? എന്താണ് സന്തോഷം? ശരീരത്തിന് നല്ല ഫുഡ് കിട്ടിയാലാണോ നിങ്ങളെ ശരീരം ഹാപ്പി ആവുക? നല്ല എക്സസൈസ് ചെയ്താലാണോ നിങ്ങളെ ശരീരം ഹാപ്പി ആവുക? നല്ല മെഡിറ്റേഷൻ ചെയ്താലാണോ നിങ്ങളെ ശരീരം ഹാപ്പി ആവുക? നല്ല ഉറക്കം കിട്ടിയാലാണോ നിങ്ങളെ ശരീരം ഹാപ്പി ആവുക? നല്ല സ്ലീപ്പ് കിട്ടിയാലാണോ? അതോ നിങ്ങളെ ശരീരത്തിന് വെള്ളം വേണോ? അതോ നിങ്ങളെ ശരീരത്തിന് സെക്സ് വേണോ? എന്താണ് നിങ്ങളെ ശരീരത്തിനോട് ചോദിക്കുക. നിങ്ങളെ ശരീരത്തിനോട് ചോദിക്കുക, എന്താണ് നിന്നെ ഹാപ്പി ആക്കുന്നത്? അതിൽ പോസിറ്റീവും നെഗറ്റീവും ഒന്നും നിങ്ങൾ ഈ ഒരു നിമിഷം നിങ്ങളതിനെ ജഡ്ജ് ചെയ്യേണ്ട. നിങ്ങളായി ഈ നിമിഷം നിങ്ങളായിട്ട് അതിനെ വിധിക്കേണ്ട. നിങ്ങളെ ശരീരം അതിന് ഉത്തരം നൽകും. ജസ്റ്റ് പാസ്. ഈ ഒരു ക്വസ്റ്റ്യനെ നിങ്ങളിലേക്ക് പാസ് ചെയ്യുക മാത്രം ചെയ്യുക. നിങ്ങളിൽ സന്തോഷം എങ്ങനെയാണ് നിങ്ങൾ പ്രകടിപ്പിക്കാറ്? നിങ്ങൾ തുള്ളിച്ചാടിയാണോ സന്തോഷം പ്രകടിപ്പിക്കാറ്? അത് വളരെ സൈലൻ്റ് ആയിട്ടാണോ? അതോ വളരെ എപ്പോഴും പൊട്ടിച്ചിരിച്ചിട്ടാണോ?
അതോ നിങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു നിങ്ങളുള്ളിലെ സന്തോഷത്തെ നിങ്ങൾ മാത്രം അറിഞ്ഞ് ആസ്വദിക്കുകയാണോ? എന്താണ് നിങ്ങൾക്ക് സന്തോഷം? നിങ്ങളുടെ ശരീരത്തിനോട് ചോദിക്കുക, വാട്ട് ഈസ് ഹാപ്പിനെസ്? എന്താണ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് ഹാപ്പിനെസ് എന്താണ്? നിങ്ങളെ മനസ്സിനോട് ചോദിക്കുക. നമ്മുടെ ശരീരത്തിനോട് ചോദിച്ചു, നിങ്ങളെ മനസ്സിനോടും ആത്മാവിനോടും ചോദിക്കുക, എന്തെല്ലാമാണ് എന്നെ ഹാപ്പി ആയിരിക്കുന്നത്? എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഞാൻ കുറേ ഹാപ്പി ആവുന്നത്? എന്തൊക്കെയാണ് എൻ്റെ മനസ്സിനെ ഹാപ്പിയാക്കാൻ എനിക്ക് വേണ്ടത്? ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ. എന്തൊക്കെയാണ് ഹാപ്പിനെസ്സിൻ്റെ പുറത്ത് നിങ്ങൾ സൃഷ്ടിച്ചു വെച്ച, നിങ്ങൾ സ്വീകരിച്ച, മറ്റുള്ളവരിൽ നിന്നും നിങ്ങളായും സ്വീകരിച്ച വിശ്വാസങ്ങൾ, ബിലീഫ് സിസ്റ്റം എന്തൊക്കെയാണ്? ഹാപ്പിനെസ് അനുഭവിക്കാൻ എതിരായി നിൽക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ ബിലീഫ് സിസ്റ്റം എന്തൊക്കെയാണ്? ഒരുപാട് ചിരിച്ച ഒരുപാട് കരയേണ്ടി വരും. ഒരുപാട് സന്തോഷിക്കാൻ ഞാൻ അത്ര യോഗ്യനല്ല. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എനിക്ക് അങ്ങനെ ചിരിക്കാൻ, ഹാപ്പിനെസ് അനുഭവിക്കാൻ അർഹനല്ല. ഇന്ന് തുടങ്ങി നിങ്ങളിപ്പോൾ വിശ്വസിച്ച കള്ളങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളിപ്പോൾ വിശ്വസിച്ച ബിലീഫ് സിസ്റ്റംസ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ശരീരത്തിനോട് വീണ്ടും ചോദിക്കാം, നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കാം, എൻ്റെ ഹാപ്പിനെസ്സിന് പുറത്ത് ഞാൻ സൃഷ്ടിച്ചു വച്ച എല്ലാത്തര ജഡ്ജ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? എല്ലാത്തര ബിലീഫ് സിസ്റ്റംസ് എന്തൊക്കെയാണ്? ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ഹാപ്പിനെസ്സിനെ പറ്റി എന്തൊക്കെയാണ് കേട്ടാണ്? നിങ്ങളുടെ ചിരികളെ പറ്റി നിങ്ങളൊന്ന് പൊട്ടിച്ചിരിക്കാൻ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാൻ നിങ്ങളെ തടയുന്നത് എന്തൊക്കെയാണ്? എന്തൊക്കെ ബിലീഫ് സിസ്റ്റംസ് ആണ്? എന്തൊക്കെ സാഹചര്യങ്ങളാണ്? മറ്റുള്ളവരെ ജഡ്ജ്മെൻറ്റ്സിനെ, മറ്റുള്ളവരെ വാക്കുകളെ, മറ്റുള്ളവരെ ചിന്തകളെ നിങ്ങൾ ഭയക്കുന്നുണ്ടോ? നിങ്ങളെ ഹാപ്പിനെസ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ അങ്ങനെ ഒരു ചിന്തകൾക്ക് കാരണമാകുന്ന നിങ്ങൾ ചെറുപ്പത്തിലോ എപ്പോഴാണ് സൃഷ്ടിച്ച എല്ലാ വിശ്വാസ രീതികളെ ഈ ഒരു നിമിഷം നിങ്ങളെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ അനുവാദം നൽകുക. നിങ്ങളെ മുഴുവൻ ശരീരത്തിനോടും നിങ്ങളെ മനസ്സിനോടും ആ ഒരു ഇൻറ്റൻഷൻ, ആ ഒരു ഉദ്ദേശം കൊടുക്കാം. ഹാപ്പിനെസ്സിന് പുറത്തുള്ള നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ഹാപ്പിനെസ് എന്താണ്? ഡിഫൈൻ ചെയ്ത് എന്താണ്? നിങ്ങൾ ഇതുവരെ ഹാപ്പിനെസ്സിന് കൊടുത്ത എല്ലാ ഡെഫിനിഷൻസ്, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ കേട്ട വിശ്വാസങ്ങൾ, ഹാപ്പിനെസ്സിന് പുറത്ത് കേട്ട എല്ലാ വിശ്വാസങ്ങൾ നിങ്ങളെ ബോധത്തിലേക്ക്, നിങ്ങൾ ഇപ്പോഴത്തെ ഊർജ്ജത്തിലേക്ക് കടന്നു വരാൻ, ഇൻവോക്ക് ചെയ്യാൻ, നിങ്ങളേക്ക് വരാൻ മുഴുവൻ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ ഇതുവരെ ജനിച്ച അന്ന് മുതൽ അനുഭവിച്ച ഹാപ്പിനെസ്, സന്തോഷം എന്തെല്ലാം, അതിൻ്റെ സാഹചര്യങ്ങൾ എന്തെല്ലാം, എന്തൊക്കെയാണ് നിങ്ങൾ ഹാപ്പിനെസ് ആക്കുന്നത്? മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തെ പറ്റി, നിങ്ങളുടെ ഉള്ളിലെ ചിരികളെ പറ്റി എതിരായി നിങ്ങൾ സ്വീകരിച്ച എല്ലാ ബിലീഫ് സിസ്റ്റം എന്തൊക്കെയാണ്? എതിരായി നിന്ന സാഹചര്യങ്ങൾ, ഇമോഷൻസ്, വ്യക്തികൾ എന്തൊക്കെയാണ്? ആ മുഴുവൻ ഊർജ്ജത്തെ, ഹാപ്പിനെസ്സിൻ്റെ പുറത്ത് ഉള്ള മുഴുവൻ ഊർജ്ജത്തെ നിങ്ങളുടെ മുന്നിൽ, നിങ്ങൾ ഈ ഒരു നിമിഷം നിങ്ങളിലേക്ക്, നിങ്ങളുടെ ബോധത്തിലേക്ക് കടന്നു വന്നതായിട്ട് തിരിച്ചറിയുക. എല്ലാത്തര വിശ്വാസങ്ങൾ, നിങ്ങൾ ഓർമ്മയിലും അറിയാതെയും അറിഞ്ഞും എല്ലാം നിൽക്കുന്ന ഊർജ്ജങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കടന്നു വന്നതായിട്ട് തിരിച്ചറിയാം. ഇറ്റ്സ് ഓക്കെ. നിങ്ങളെ മനസ്സിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ഇമേജസോ ചിന്തകളോ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളെ മനസ്സിൽ വന്ന ചിന്തകൾ മാത്രം മതി. അതിനെ നിങ്ങൾ കൂടുതൽ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ തേടി നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങൾക്ക് വ്യക്തമായി വരും ദിവസങ്ങളിലും ഈ ഒരു നിമിഷങ്ങളിലും അത് കാണിച്ചു തരുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച സന്തോഷം, ഹാപ്പിനെസ്, ഇതുവരെ നിങ്ങൾ സന്തോഷത്തിൻ്റെ പുറത്ത് കേട്ട എല്ലാ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ വിശ്വസിച്ച എല്ലാ തര വിശ്വാസ രീതികൾ, ജഡ്ജ്മെൻറ്റ്സ്, വിധികൾ, എല്ലാതര സാഹചര്യങ്ങൾ, അവയെല്ലാം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആ ഒരു ഊർജ്ജം, ഹാപ്പിനെസ് എന്ന ഒരു ഊർജ്ജം നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. സോ നമ്മൾ ബ്രീത്തിങ്ങിലേക്ക് കിടക്കുകയാണ്, നമ്മൾ റിലീസിങ് പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ചെയ്യുന്ന ബ്രീത്തിങ്ങിന് പ്രത്യേകതയുണ്ട്. ഇത് കോൺഷ്യസ് കണക്റ്റഡ് ബ്രീത്തിങ് ആണ്. അതായത് ഇതിൽ ഗ്യാപ്പില്ല, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് മാത്രമാണ്. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് എടുക്കാൻ പാടുന്നതല്ല, ഹോൾഡ് ചെയ്യാൻ പാടുന്നതല്ല.
അത്രയും ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ മാത്രം, ആസ്മ പോലെയോ എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ബ്രീത്തിങ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ നിർത്തുക. അതല്ലാത്തവർ മാക്സിമം ഈ ഒരു റിലീസിങ് പ്രോസസ്സ് ചെയ്യുക. സോ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ഹാപ്പിനെസ്സിനെ വീണ്ടും നിങ്ങളെ ആ ഒരു ഊർജ്ജത്തെ, ആ ഒരു ബോധത്തെ, ഹാപ്പിനെസ് എന്ന നിങ്ങളെ ആ ഒരു മുഴുവൻ കാര്യത്തെ, ഹാപ്പിനെസ് എന്ന എനർജിയെ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നതായിട്ട് കരുതുക. സോ ബ്രീത്ത് വർക്ക് സ്റ്റാർട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, 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 breathe in, breathe out, breathe in, breathe out, breathe in, breathe out, release, breathe in, breathe out, breathe in, release, 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 release. നോർമലായ നിങ്ങളെ സ്വാഭാവികമാകുന്ന ശ്വാസതാളത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാം. ഈ ഒരു നിമിഷം നിങ്ങളിൽ നിന്ന് എല്ലാത്തരം വിഷമതകളും, എല്ലാത്തരം സന്തോഷത്തിനെതിരായി നിൽക്കുന്ന എല്ലാത്തര ജഡ്ജ്മെൻറ്റുകളും, മുൻവിധികളും, എല്ലാത്തര ബിലീഫ് സിസ്റ്റംസും നിങ്ങളിൽ നിന്ന് പൂർണ്ണമായും റിലീസ് ചെയ്തതായിട്ട് തിരിച്ചറിയുക. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ, എല്ലാം റിലീസായി നിൽക്കുന്ന ഒരു നിമിഷത്തിൽ നമുക്ക് പുതിയൊരു ഊർജ്ജത്തെ, ഹാപ്പിനെസ്സിൻ്റെ പുതിയൊരു ഊർജ്ജത്തെ നമുക്ക് സ്വീകരിക്കാം. അതിനായി നമുക്കൊരു എനർജറ്റിക് ആയിട്ടൊരു വേർഡ്, ഒരു ഫ്രേസ് പറയാം. ബിയോണ്ട് എവറിത്തിങ് വാട്ട് മിറാക്കിൾസ് ലവ് പോസിബിലിറ്റീസ്. ബിയോണ്ട് എവറിത്തിങ് വാട്ട് മിറാക്കിൾസ് ലവ് പോസിബിലിറ്റീസ്. എല്ലാത്തിനും അതീതമായുള്ള അത്ഭുതം, സ്നേഹം, സാധ്യത. ഈ ഒരു നിമിഷം നിങ്ങളെ ശരീരത്തിൽ നിന്ന്, നിങ്ങളെ മുഴുവൻ, നിങ്ങളിരിക്കുന്ന ആ ഒരു പരിസരത്തിൽ നിന്ന്, ഈ മുഴുവൻ ലോകത്തിൽ നിന്ന്, ഈ മുഴുവൻ പ്രപഞ്ചത്തിൽ നിന്ന്, പഞ്ചഭൂതങ്ങളിൽ നിന്ന്, ചെടികളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, എല്ലാം ബിയോണ്ട് എവറിത്തിങ്, എല്ലാത്തിനും അതീതമായി നിങ്ങളിലും ചുറ്റുമുള്ള സന്തോഷത്തെ മാത്രം നിങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം. പുതിയ സന്തോഷത്തിൻ്റെ ഊർജ്ജത്തെ സ്വാഗതം ചെയ്യാം. ഈ മുഴുവൻ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തെ നിങ്ങളിലേക്ക് സ്വീകരിക്കാം. പുതിയ സന്തോഷത്തിൻ്റെ ഊർജ്ജങ്ങൾ, പുതിയ സന്തോഷത്തിൻ്റെ ചിന്തകൾ, പുതിയ സന്തോഷത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നതായിട്ട്, ഈ മുഴുവൻ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തിരിച്ചറിയാം. ബിയോണ്ട് എവറിത്തിങ് നിങ്ങളെ പുതിയ സാധ്യത ചെയ്ത സന്തോഷിക്കാൻ. എന്താണ് പുതിയ സാധ്യത? നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ എന്താണ് സാധ്യത? നിങ്ങളെ ഏറ്റവും ഹാപ്പിയാക്കാൻ, നിങ്ങളെപ്പോഴും നിങ്ങളിൽ ചിരി നിറയ്ക്കാൻ, നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാൻ എങ്ങനെ നിങ്ങൾ ചിന്തിക്കണം, എന്ത് പ്രവൃത്തികളെ നിങ്ങൾ സ്വീകരിക്കണം, എന്ത് പുതിയ വിശ്വാസ രീതികളെ സ്വീകരിക്കണം, എന്ത് സാഹചര്യങ്ങളെ, എന്ത് അത്ഭുതം നിറഞ്ഞ, സാധ്യത നിറഞ്ഞ, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത പുതിയ സാഹചര്യങ്ങളെ നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങൾക്കൊട്ടും കാണാത്ത അങ്ങനെ ഒരു സാഹചര്യത്തെ കാണിച്ചു തരാൻ ഉള്ള ഊർജത്തെ, പുതിയൊരു ഊർജത്തെ, പുതിയൊരു ബോധത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങളിൽ തന്നെ പറയാം, വെൽക്കം ഹാപ്പിനെസ്, വെൽക്കം ഹാപ്പിനെസ്, സ്വാഗതം സന്തോഷം, സ്വാഗതം സന്തോഷം, സ്വാഗതം സന്തോഷത്തിൻ്റെ പുതിയ ഊർജം. വെൽക്കം ഹാപ്പിനെസ്, വെൽക്കം ഹാപ്പിനെസ് ഇൻ ടു യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തെ ക്ഷണിക്കാം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തെ ക്ഷണിക്കാം. നിങ്ങളിൽ സന്തോഷം നിറയ്ക്കുന്ന ചിന്തകളെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മുഴുവൻ ജീവിതം സന്തോഷം നിറയ്ക്കുന്ന ചിന്തകളെ ഈ മുഴുവൻ പ്രപഞ്ചത്തിൽ നിന്ന് സ്വാഗതം ചെയ്യാം. വെൽക്കം ഹാപ്പിനെസ്, വെൽക്കം ഹാപ്പിനെസ്, വെൽക്കം സ്മൈൽ. ഒരു പുഞ്ചിരിയെ നിങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങളിൽ ഒരു പുഞ്ചിരി വിടർത്തി ഒരു പുതിയൊരു പുഞ്ചിരി നിങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം.
വെൽക്കം സ്മൈൽ, വെൽക്കം സ്മൈൽ, വെൽക്കം ഹാപ്പിനെസ്, സന്തോഷം, സന്തോഷം. നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോൾ മനോഹരമാക്കാൻ, സന്തോഷം നിറഞ്ഞതാക്കാൻ എന്താണ് പുതിയ സാധ്യത? വാട്ട് ഈസ് ന്യൂ പോസിബിലിറ്റീസ്? പുതിയ സാധ്യത, സന്തോഷത്തിൻ്റെ സാധ്യത സ്വാഗതം ചെയ്യാം. പുതിയ സന്തോഷത്തിൻ്റെ സാധ്യത സ്വാഗതം ചെയ്യാം. ഹാപ്പിനെസ്. നിങ്ങളിപ്പോൾ സ്വാഗതം ചെയ്ത സന്തോഷത്തിൻ്റെ ഊർജം, സന്തോഷത്തിൻ്റെ പുതിയ ചിന്തകൾ വരും ദിവസങ്ങളിൽ, വരും നിമിഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ചിന്താരീതിയിൽ വ്യക്തമായി കാണാം. നിങ്ങൾക്ക് പതിയെ നിങ്ങളെ കണ്ണുകൾ തുറക്കാം. കൈകൾ കൂട്ടിത്തിരുമ്മി നിങ്ങളെ കണ്ണുകളിൽ വെച്ച് പതിയെ കണ്ണുകൾ തുറക്കാം. കൂടുതൽ എനർജി റിലീസിങ് സെക്ഷൻസ് ലഭിക്കുവാനും ലോ ഓഫ് അട്രാക്ഷൻ, സ്പിരിച്വാലിറ്റി, ആത്മീയമായ വിഷയങ്ങളെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്ന ഞങ്ങളൊരു ചെറിയ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.